നമുക്കിനി ഇംതിയാസിലേക്ക് ഒന്ന് പോയാലോ? കാരണം അവിടെ ഒരുപാട് ആദിവാസി വോട്ടർമാരൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് നെടുങ്കയം എന്ന് പറയുന്നത്. BLO പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്, പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വാഹനം വിട്ടു നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ സ്ഥിതി ഇംതിയാസ്? മൂത്തി, അഭിലാഷ്, ഞാൻ നിൽക്കുന്ന ഈ നെടുങ്കയത്തെ ബൂത്തിൽ ഇതിനോടകം ഇപ്പോൾ 7 മണി മുതൽ 8 മണി സമയമാവാറായി 6 പേർ ഇവിടെ എത്തി ആദിവാസി വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തി പോയി കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അങ്ങനെ മറ്റു നഗരങ്ങളിലേക്കൊക്കെ ഒരു പക്ഷേ എത്തുമ്പോൾ, നിലമ്പൂർ ടൗണിലേക്ക് എത്തുമ്പോൾ ബൂത്തുകൾക്ക് മുൻപിൽ വലിയ നീണ്ട വരികളൊക്കെ ഒരു പക്ഷേ കാണാം. പക്ഷേ ഇവിടെ അങ്ങനെ നെടുങ്കയത്തെ ബൂത്തിൽ അത്തരത്തിലുള്ള കാഴ്ചകളൊന്നുമില്ല. 471 വോട്ടർമാർ ഇങ്ങോട്ടേക്ക് എത്തി വോട്ട് ചെയ്യണം. 471 വോട്ടർമാരാണ് നെടുങ്കയത്ത്, കരുളായി മേഖലയിലായ നെടുങ്കയത്ത് ഈ ഭാഗങ്ങളിലായിട്ട് ഉള്ളത്. മാഞ്ചേരി, അതുപോലെ തന്നെ പാണപ്പുഴ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വോട്ടർമാർക്ക് എത്താനുള്ളത്. ഈ പാണപ്പുഴയിൽ നിന്നൊക്കെ ഒരു പക്ഷേ പുഴ കടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. ഇന്നലെ തന്നെ ഇപ്പോൾ ഈ ബൂത്ത് ഏജന്റുമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്നലെ തന്നെയൊക്കെ വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ മേഖലകളിലൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ദൂരം താണ്ടി ദുർഘടമായ പാതകളിലൂടെയൊക്കെ കടന്നിട്ട് വേണം ഈ ബൂത്തുകളിലേക്ക് എത്താൻ എന്നുള്ളതാണ്. ഒരു പക്ഷേ 11 മണി 12 മണി സമയമായിട്ടും അധികം വോട്ടർമാരൊന്നും എത്തുന്നില്ല എങ്കിൽ ഫോറസ്റ്റ് തന്നെ അവരുടെ ജീപ്പ് അങ്ങോട്ടേക്ക് വിട്ടു നൽകുകയും അതിൽ വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രതീക്ഷ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് 62% പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മേഖല കൂടെയാണിത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ ഉപതിരഞ്ഞെടുപ്പിനും വോട്ടർമാരെ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കും, അതല്ലെങ്കിൽ വോട്ടർമാരെ കൂടുതൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 6 പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ പല സമയങ്ങളിലായി 1-2 പേർ എന്ന നിലയിൽ ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുമുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്ക് വനമേഖലയായിട്ട് മറ്റു 2 ബൂത്തുകൾ കൂടെയുണ്ട്. അതൊന്ന് വഴിക്കടവിലെ പുഞ്ചക്കൊല്ലിയാണ്, മറ്റൊന്ന് പോത്തുകല്ലിലെ ഇരുട്ടുകുത്തി കോളനിയുമാണ്. ഈ 3 പ്രദേശങ്ങളിലും ഈ രീതിയിലുള്ള ദുർഘടമായ പാതകൾ, അതല്ലെങ്കിൽ ഇവർ തന്നെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാലങ്ങൾ ഒക്കെ വേണം കടന്നിട്ട് വരാൻ. എന്തായാലും 60% ഒക്കെ പോളിംഗ് തന്നെയാണ് ഇത്തവണയും ഈ മേഖലകളിൽ പ്രതീക്ഷിക്കുന്നത്. എല്ലാ മുന്നണികളുടെയും ബൂത്ത് ഏജന്റുമാരടക്കമുള്ളവർ ഇവിടെ എത്തി ആളുകളെ എത്തിക്കാൻ പോളിംഗ് ശതമാനം സ്ക്രീനിൽ കാണാം. 3.4 ആദ്യത്തെ മണിക്കൂറിലെ പോളിംഗ് ആണ്. ഇപ്പോൾ സ്ക്രീനിൽ പോളിംഗ് ശതമാനം കാണാം 3.4%. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിലവിലുള്ളത് അമരമ്പലത്താണ്. അമരമ്പലത്ത് പോളിംഗ് ശതമാനം 4 കടന്നിരിക്കുകയാണ്. വഴിക്കടവ് മലയോര മേഖലയാണ്, 1.8. മൂത്തേടം 2.2% പോളിംഗ് ആണ് മൂത്തേടം പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോത്തുകല്ല് 1.8, എടക്കര 2.5. നിലമ്പൂർ നഗരസഭയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ്, അല്ലേ? അതെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. 5% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ മണിക്കൂർ കടന്ന് പോവുകയാണ്. അതിനിടയിൽ ഇത്രയും 3.4% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 75% എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എങ്കിലും എത്രത്തോളം പോകുമെന്നത് കാത്തിരുന്ന് കാണാം. ഒരു കാര്യത്തിലും പ്രവചനം സാധ്യമല്ല എന്നതാണ്. ഈ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണല്ലോ.